നമുക്ക് നോക്കാം എന്താണ് വിവാദം പല വഴിക്ക് പോകുമ്പോൾ റോഡ് സ്മാർട്ടായതിനെക്കുറിച്ച് തിരുവനന്തപുരംകാർക്ക് പറയാനുള്ളത്. കേൾക്കാം പൊതുജനം സ്പീക്കിംഗ്. അടിപൊളിയായിരിക്കണു. നല്ല ഭംഗി. റോഡ് സൂപ്പറാണ്, അടിപൊളിയാണ്. ഫുഡല്ലേ സൂപ്പർ. റോഡ് കൊള്ളാം. രാത്രി ആ ലൈറ്റിംഗ് എല്ലാം കൂടെ ചേർന്ന് കാണുന്നതാണ് ഏറ്റവും ഭംഗി. പൊപ്പൊളി പൊളി 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 പൊപ്പൊളി അല്ല, അത്യാവശ്യം പിന്നെ മറ്റ് സംസ്ഥാനങ്ങൾ പോലെ ജയ്പൂർ, ഡൽഹി, ബാംഗ്ലൂർ പോലത്തെ ആ സിറ്റികളിലത്തെ അതേ റോഡിൻ്റെ ഒരു സെറ്റപ്പായി വൈകുന്നേരങ്ങളിൽ കാണാനാണ് കളർഫുള്ള്. ഇന്നലെ ഇതിൻ്റെ ഡ്രോൺ വീഡിയോ ഒക്കെ എല്ലാ LED വാളിലൊക്കെ പ്രദർശിപ്പിച്ചിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു. കേരളം മാറി. പക്ഷേ അത് ഈ ഇടതുപക്ഷ പാർട്ടി രണ്ടാമത് ഇരുന്നുകൊണ്ടാണ് ഇത് ക്ലിയർ ആയത്. കോൺഗ്രസ് ആണെങ്കിൽ നടക്കില്ല. കേന്ദ്രം ഫണ്ട് തന്നിട്ടുണ്ട്. കേന്ദ്ര ഫണ്ട് തന്നുകൊണ്ട് അത് ഉപയോഗിക്കാനുള്ള കേരള സർക്കാരിന് കഴിവുണ്ടല്ലോ. കോൺഗ്രസ് ആണ് ഇല്ലെങ്കിൽ ഇത് വരില്ലായിരുന്നു. കോൺഗ്രസ് ആണ് എന്തെങ്കിലും പേരും പറഞ്ഞാൽ ഒഴിഞ്ഞു. ഉദ്ഘാടനത്തിന് കേന്ദ്രത്തിൻ്റെ ആളുകളൊന്നും വിളിച്ചിട്ടില്ല. ഇത് ഇവരെ കുറച്ച് ഒഴിച്ച് നിർത്തണത് നല്ല, എങ്കിൽ നമുക്ക് വീണ്ടും വല്ലതൊക്കെ നടക്കുള്ളൂ. മുഖത്തുണ്ട് അതിൻ്റെ ഒരു പ്രസരം പറ്റില്ലല്ലോ. നമ്മൾ ഈ 2 വീലർ യൂസ് ചെയ്യുന്ന കാരണം പറയുന്നു റോഡ് കുഴപ്പമില്ല. ഏതാണെങ്കിലും റോഡ് നമ്മുടേതാണ്. ഒറ്റ വാക്കി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണോ? അതെ, ഇത്രയും നല്ല റോഡ് വന്നിട്ട്. പിന്നെ നല്ല മനോഹരമായി എല്ലാ റോഡുകളും ഇതുപോലെ പണിയണം, അതല്ലേ വേണ്ടത്. വളരെ നല്ല നവീകരണ പ്രവർത്തനമാണ് ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഈ സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ റോഡുകളിൽ കണ്ടുവരുന്ന ഈ ഒരു വൃത്തിയും ഈ ഒരു വെടിപ്പും നമുക്ക് ഇനി അങ്ങോട്ട് പുരോഗമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പ്രവണത ആർക്കാണോ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നത് ആളിനെ കൊണ്ട് കൃത്യമായിട്ട് നടപ്പിലാക്കി എടുത്താൽ അത് വളരെ നല്ലത്. നല്ല ഇതാണ്. ഇപ്പോൾ കുറച്ച് ഇതിന് മുമ്പ് വരേണ്ടതാണ്, പക്ഷേ ഇപ്പോഴും വന്നത് നല്ല അഭിപ്രായം.